നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തിനാണ് പള്ളികൾ അധികരിക്കുന്നത്? പള്ളികൾ മനുഷ്യർക്കുള്ള പ്രകാശമാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ വലിയ ബന്ധം നൽകുന്നത് പള്ളികളാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഇങ്ങനെ പള്ളികൾ? അവിടെ പള്ളി, ഇപ്പുറത്ത് പള്ളിയുണ്ട്, അടുത്ത ജംഗ്ഷനിൽ പള്ളി. എന്തിനാ ഇങ്ങനെ ഓരോരോ പള്ളികൾ അധികരിക്കുന്നത്? ഈ പള്ളികൾ ആകാശവുമായി ഭയങ്കര കണക്ഷനാണ്. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ബന്ധം പള്ളികളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസ്, ആദ്യത്തെ ഹദീസ് നല്ലതുപോലെ കേട്ടു. قال رسول الله صلى الله عليه وسلم المساجد تضيء لأهل السماء المساجد تضيء لأهل السماء كما تضيء النجوم لأهل الأرض. ആകാശത്ത് നിലകൊള്ളുന്നതായ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് മനുഷ്യന് പ്രകാശം ചൊരിയുന്നത് പോലെ ഭൂമിയിലുള്ള പള്ളികൾ തിരിച്ച് ആകാശത്തേക്ക് പ്രകാശം ചൊരിയുന്നുണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമുക്ക് ഭൂമിയിലേക്ക് രാത്രിയിൽ നല്ല രസമാണ് അല്ലേ? ഓരോരോ ഇങ്ങനെ മിന്നാമിനുങ്ങ് പോലെ ഇങ്ങനെ നുറുങ്ങുവട്ടം ഇങ്ങനെ കാണുക. അതിന്റെ പ്രകാശം, നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ചന്ദ്രൻ. ആ ചന്ദ്രന്റെ പ്രകാശത്താൽ രാത്രിയിൽ അത്യാവശ്യം നമുക്ക് കാണാം. എന്നല്ല, ചിലപ്പോൾ നല്ല പ്രകാശമായിരിക്കും 14-ാം ചന്ദ്രൻ ഉദിച്ച രാവുകൾ. ഇങ്ങനെ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്ര താരകങ്ങൾ ഭൂമിയിലേക്ക് ഡയറക്ഷൻ ആകുന്നത് പോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ഡയറക്ഷനാണ്, അങ്ങോട്ടുള്ളതാകുന്ന പ്രകാശം ചുരുക്കലിനാണ് പള്ളികളുള്ളത്. പള്ളിയും ആകാശവുമായിട്ടുള്ള ബന്ധമതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഭൂമികളിലെ പള്ളികൾ മുഴുവനും നക്ഷത്രങ്ങളെ പോലെയാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. തിരിച്ച് അങ്ങോട്ടുള്ള പ്രകാശം അത് പള്ളികൾ മാത്രമല്ല, പള്ളികൾക്കാണ് പ്രത്യേകത. അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ടതാകുന്ന പള്ളികൾക്ക് മാത്രമാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ആ പള്ളിയിലേക്ക് എപ്പോഴും മനസ്സ് ബന്ധപ്പെട്ട് നിലകൊള്ളാൻ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് നിഷ്കർഷിക്കുന്നത്. പള്ളിയുമായിട്ട് എപ്പോഴും കണക്ഷൻ വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും ചേർത്തുകൊണ്ട് കഅബ പണിയുകയാണ്. കഅബയുടെ പണി പൂർത്തീകരിച്ചിട്ട് ആ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ربنا رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. റബ്ബനാ
വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. അബുൽ അംബിയ ആകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. കഅബ പണിതിട്ട് ആ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു, എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. كان النبي صلى الله عليه وسلم إذا هزمه أمر فزع إلى المسجد وفزع إلى الصلاة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ, എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാചകർ നേരെ പോകുക പള്ളിയിലേക്കാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായാൽ, എന്തെങ്കിലും ദുഃഖം കടന്നു വന്നാൽ, ഇദാ ഹസമഹു അംറുൻ ഫസിയ ഇലാ സ്വലാത്ത്, പള്ളിയിലേക്ക് ചെല്ലും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കും. ഫസല്ലാ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളും നാഥനായ റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ നിന്നുകൊണ്ട് ആശ്വാസം കൊള്ളുകയാണ്. പള്ളിയിൽ നിന്ന് ആശ്വാസം കൊള്ളും. ശ്രദ്ധിക്കണം, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. മോമിനീങ്ങൾ ഇന്ന് ഒരുപാട് ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? എത്രയോ വിഷയങ്ങൾ നമുക്കിടയിലുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ട്. രാവിലെ ഒരുപക്ഷെ ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടാകും, മക്കളുമായിട്ട് പ്രശ്നമുണ്ടാകും, അയൽപക്കക്കാരുമായിട്ട് വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കുന്നവരാകും, കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചയുള്ളവരാകും, ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാകും, നാട്ടുകാരുമായി, കൂട്ടുകാരുമായി, ബിസിനസ് സംബന്ധമായി ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ, മാനസികമായി ഒരുപാട് സ്ട്രെസ്സുകൾ ഉള്ളവരാണ് മുസ്ലിമീങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ആശ്വാസം കൊള്ളാൻ, ശാന്തി അടയാൻ ഏറ്റവും ഉപയുക്തമായ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏതാണ്? അത് അല്ലാഹുവിന്റെ പള്ളിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്ക് വിഷമം വരുമ്പോ എവിടേക്കാ വരേണ്ടത്? പള്ളിയിലേക്കാണ്. അവിടെ വന്ന് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാനുള്ളതാകുന്ന ഒരു മാനസികം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടാവും. നമ്മളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാൻ, വിഷമം വരുമ്പോൾ വീട്ടിനുള്ളിൽ ഒരു റൂമിൽ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് കരഞ്ഞു തീർക്കാൻ പുരുഷന്മാർ. അങ്ങനെയല്ല വേണ്ടത്. വിഷമം വരുമ്പോൾ പുരുഷന്മാര് നേരെ പള്ളിയിൽ വരി 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ശരിക്കും ദുആ ചെയ്യാൻ പടച്ച റബ്ബിന്. وكان النبي صلى الله عليه وسلم يقول كانوا يأتون إلى المساجد يعني الأنبياء إذا هزمهم إلى الصلاة. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് വിഷമവും പ്രയാസവും നീങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മുൻഗാമികളാകുന്ന അമ്പിയാക്കളായിരുന്നു, അവർക്കും എന്തെങ്കിലും വിഷമങ്ങൾ നേരിട്ടാൽ ഫസഅഹും ഇലാ സ്വലാ, അവരും നിസ്കരിക്കാൻ വേണ്ടി വേഗം ഉണരുമായിരുന്നു, അതിലേക്ക് ഉണരുമായിരുന്നു, ധൃതിയാകുമായിരുന്നു. എല്ലാ അമ്പിയാക്കളും ഇങ്ങനെ തന്നെയാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടരായ വ്യക്തികളാണ് ആര്? മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാരാണ്? അമ്പിയാക്കൾ. അവരെ കുറിച്ചല്ലേ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മൊബൈലൊക്കെ മാറ്റി വെക്കും, ഇവിടെ ശ്രദ്ധിക്കുക നല്ലതുപോലെ. അള്ളാഹുവിനെ ആഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. കുറച്ചേരം ഇവിടെ ശ്രദ്ധിക്കുക. ഒരുപാട് നേരമൊന്നും പോകുന്നില്ല, ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ കുറച്ച് പറഞ്ഞാൽ മതി. അതിനാ തുടക്കം തന്നെ ഹദീസും ആയത്തും പറഞ്ഞു പോകും, വേറെ ഒന്നും പറയുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് അമ്പിയാക്കൾ.
ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ എല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ വിഷമവും പ്രയാസവും വരുമ്പോൾ അള്ളാഹുവിനോട് പറയുമായിരുന്നു. നൊമ്പരങ്ങൾ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ പടച്ചറബിനോട് പറയും. അതിനുള്ള ഭവനമാണ് പള്ളി. അള്ളാഹുവിന്റെ പുണ്യമാക്കപ്പെട്ട പള്ളി എന്ന് പറയുന്നത് മനുഷ്യന്റെ അഭയകേന്ദ്രമാണ്. ശ്രദ്ധിക്കണേ, എന്താണ് അഭയകേന്ദ്രമാണ്. ഏതുപോലെ വീട് നമ്മുടെ അഭയകേന്ദ്രമായതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായി പണി കഴിപ്പിച്ചിട്ടുള്ള അവനവന്റെ വീടുകൾ അഭയകേന്ദ്രമാണ്. ജോലിക്ക് പോയാലും, മക്കൾ മദ്രസയിൽ പോയാലും, സ്കൂളിൽ പോയാലും, ജോലിക്ക് എവിടെ പോയിരുന്നാലും, പുറത്തേക്ക് കച്ചവടത്തിന് പോയിരുന്നാലും ഒക്കെ തിരിച്ചു വരുന്നത് എവിടെയാണ്? വീട്ടിലേക്ക് തന്നെയാണ്. വീടെത്തുമ്പോൾ ഒരു അഭയമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി നമ്മൾ ആ വീട്ടിനുള്ളിലേക്കാണ് അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിയും വീടും ഒരേപോലെയാണ് പരിഗണിക്കുക. എങ്ങനെ? കയറുന്ന വിഷയത്തിൽ, ഇറങ്ങുന്ന വിഷയത്തിൽ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ വലത് കാല്, പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോഴും വലത് കാല്, വീട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല്, പള്ളിക്കുള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇടത് കാല്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യല്? ചെയ്യുന്നില്ലെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കണോ? അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വലിയ ഖൈറുണ്ട്, ബറക്കത്തുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടത് അതേപോലെ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പലതും അറിയാം, പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ശറുത്ത്, ഫർള് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നിസ്കാരമില്ല. അതിന്റെ മഹത്വം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. പള്ളി നമ്മുടെ കൺമുന്നിൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ആ പള്ളിയുടെ മഹത്വം ഇന്നത്തെ മോമിനിയങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടല്ലേ പള്ളിയിൽ നിന്ന് വേഗം ഇറങ്ങി ഓടുന്നത്. കരിക്കാൻ വേണ്ടി പള്ളി വന്ന നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട കാത്തിരിക്കാൻ ഇറങ്ങി ഓടുകയാണ്. ആരായി ഓടുന്നത്? കാഫിറാണോ? മുനാഫിക്കാണോ? അല്ല. 5 വഖത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ നല്ല കഴിവും താല്പര്യമുള്ള മുഅ്മിൻ തന്നെയാണ്. പക്ഷെ അവൻ ഇറങ്ങി ഓടുകയാണ്. അവന് പള്ളിക്കകത്ത് നിൽക്കാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് പുറത്തു പോയാൽ മതി. അവൻ മുനാഫിഖാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം. അവ മുനാഫിക്കാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി കസ്സമകി ഫിൽ മാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ മുഅ്മിനായ മനുഷ്യനെ പള്ളിയിൽ കയറിയാൽ അവൻ വെള്ളത്തിലുള്ള മത്സ്യത്തെ പോലെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വെള്ളത്തിലുള്ള മത്സ്യത്തെ പോലെയാണ്, മീനിനെ പോലെ. എല്ലാവരും ഈ ലോക്ക്ഡൌണിന്റെ വേളകളിൽ സഹോദരിമാരൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. വ്യത്യസ്തമാകുന്ന കേക്ക്. രാവിലെ ഒരു കളർ, വൈകിട്ട് വേറെ കളർ. ഭർത്താവ് കഴിച്ച് ആകെ ഇടങ്ങേറാണ്. ഭർത്താവാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഒക്കെ ടേസ്റ്റ് ചെയ്തു. പണ്ട് ഈ ശാസ്ത്രജ്ഞന്മാര് എനിക്ക് വിഷം വെച്ചിട്ട് നോക്കുന്നത് പോലെ എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന അവരെ പോലെ ഭർത്താവിനെ കൊണ്ട് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യിക്കാം. മൂപ്പര് കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഓക്കെ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാഹ് പിറ്റേ ദിവസം കടയെ കൊണ്ട് വെക്കും. കച്ചവടം. അങ്ങനെ പലരും ബിസിനസ് ഒക്കെ തുടങ്ങി റെഡിയായി വന്നപ്പോഴാണ് നിയമം വന്നത്. എന്ത്? ലൈസൻസ് വേണം. അതിനെന്നാലും അൽഹംദുലില്ലാഹ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വ്യത്യസ്തങ്ങളാകുന്ന നല്ല ആഹാരപാനീയങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് മുൻപന്തിയിലാണ് നമ്മുടെ മലബാറിലെ പ്രിയപ്പെട്ട സഹോദരിമാർ. അല്ലാഹു അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകട്ടെ, ബർക്കത്ത് ചൊരിയട്ടെ. നിമിഷങ്ങൾക്കകം 1 മണിക്കൂർ മതി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മതി. വീട്ടിനുള്ളിൽ 10 അല്ല 20 പേര് വന്നാലും അവർക്കുള്ള ആഹാരം റെഡിയാക്കാൻ അവർക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കും. അത്ര സ്പീഡുമാണ്. അല്ലാഹു ആ കരങ്ങൾക്കൊക്കെ ബർക്കത്ത് ചൊരിയട്ടെ. നിങ്ങളുടെ കാര്യമാണെങ്കിൽ ഭയങ്കര റാഹത്ത്. ഉറക്കെ പറയുന്ന അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമാകുന്ന ആഹാരങ്ങൾ ഉണ്ടാക്കുന്നു. കോവിഡ് വന്നപ്പോൾ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല പൂന്തോട്ടങ്ങൾ വീടിന് ചുറ്റുമുണ്ടായി. ഇഷ്ടംപോലെ ചെടിച്ചട്ടികൾ ധാരാളം തൂങ്ങിക്കിടക്കുന്ന വീടുകൾ. അല്ലേ? അക്വേറിയം ഉണ്ടാക്കുന്നത്. അക്വേറിയത്തിനകത്ത് മീനുകൾ ഇഷ്ടംപോലെ വാങ്ങിച്ചിടുക.
ആ മീനുകളിലേക്ക് നോക്കുമ്പോൾ അറിയാം അത് ഓടിക്കളിക്കുന്ന ശൈലി വളരെ സൈലന്റ് ആയിട്ട് വെള്ളത്തിനുള്ളിലൂടെ പോകുന്നത്, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ നല്ല രസമുള്ള മീൻ, എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്ന പതുക്കെ പതുക്കെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. ഒരുപാട് മീനുകൾ അതിലുണ്ടെങ്കിൽ പോലും അവന് പോകാൻ സെപ്പറേറ്റ് വഴി കണ്ടെത്തി അങ്ങനെ പോകുന്ന മീൻ. നബിതങ്ങളുടെ ഉദാഹരണം എത്ര മനോഹരമാണ്. മോമിനായ മനുഷ്യൻ പള്ളിയിൽ കയറിയാൽ കസ്സമക്കി ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യത്തെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ മത്സ്യം അതിന്റെ ചുണ്ടനക്കിയിട്ട് ദിക്ർ ചെല്ലുന്നുണ്ട്, തസ്ബീഹ് ചെല്ലുന്നുണ്ട്, പക്ഷെ പുറംലോകം അറിയുന്നില്ല, ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. പള്ളിക്കകത്ത് കയറിയിട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ദിക്റും തസ്ബീഹും തഹ്ലീലുമായി അവൻ കഴിഞ്ഞുകൂടാൻ ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്നു. വെള്ളത്തിലുള്ള മത്സ്യത്തെ പോലെ, മീനിനെ പോലെയാണ് മുഅ്മിൻ എന്ന സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറത്തിട്ടാൽ അവന്റെ ജീവൻ പോകും. അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ആ വെള്ളത്തിനുള്ളിൽ നിന്ന് പുറത്തിട്ടാൽ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവന്റെ ജീവൻ പോകുമെന്ന് മനസ്സിലാക്കി അതിനുള്ളിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കും. അതാണ് മുഅ്മിൻ. അതാണ് മുഅ്മിൻ. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ അല്ല എങ്കിൽ ഇനി അങ്ങനെ ആകണം. നാളെ സുബഹി മുതൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് പള്ളിയിൽ കയറുന്നത് തന്നെ ഏറ്റവും ലാസ്റ്റ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് വേഗവും. ഏറ്റവും ലാസ്റ്റ് പള്ളിയിലേക്ക് കയറും. അതുപോലെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കും. പള്ളിയിൽ ഇഖാമത്ത് കൊടുത്താലായിരിക്കും അകത്തോട്ടൊന്ന് കയറുക. അപ്പോഴാണ് പൈപ്പിന്റെ അടുത്ത് പോയി കുറേ നേരം സമയം കളയുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മുനാഫിഖു ഫിൽ മസ്ജിദി കൽ ഖഫസി ഫി ത്വയ്രി കത്വയ്രി ഫിൽ ഖഫസി ശഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കപട വിശ്വാസിയായ ആളുകൾ കൂട്ടിലുട്ടതാകുന്ന കിളിയെ പോലെയാണ്. അവൻ പള്ളിയിലേക്ക് കടന്നാലെങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കൂട്ടിലിട്ട കിളി അതിന് പുറത്തു പോയാൽ മതി. എപ്പോഴും കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. പെറ്റ്സിനെ വളർത്തുന്ന ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? ഒരുപാട് ആളുകളുണ്ട് കൂട്ടിലിട്ടിരിക്കുകയാണ്. അത് കടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. എന്താ അതിന്റെ ഉദ്ദേശം? എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതി എന്നുള്ള ഒരു ശൈലി. അതുപോലെയാണ് മുനാഫിഖായ മനുഷ്യൻ പള്ളിയിൽ കയറി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ വലിയ പാഠമുള്ള ഹദീസാണ്, ചെറിയ വാക്കല്ലേ. നമ്മുടെയൊക്കെ ജീവിത ശൈലികളിലേക്കും ഇന്ന് കാണിക്കുന്ന ജനങ്ങളുടെ പ്രവർത്തന മേഖലയുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മളുടെ മക്കളും നാം എല്ലാവരും ഓരോരുത്തരും സ്വന്തത്തെ പറ്റി ചിന്തിക്കണം. നമ്മൾ എത്ര നേരം പള്ളികളിൽ ചെലവഴിക്കുന്നുണ്ട്, എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഒരു ദിവസം. ഏറ്റവും വലിയ അഭയകേന്ദ്രമായ, ഏറ്റവും വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമായി പഠിപ്പിക്കപ്പെട്ട ഭവനത്തിൽ നമ്മൾ എത്ര മണിക്കൂർ ഇന്നത്തെ ഒരു ദിവസം ചെലവഴിച്ചിട്ടുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. ഇന്നത്തെ ഒരു ദിവസം പള്ളിയിൽ കയറാത്ത ആളുകൾ ധാരാളമാണ്. ഇന്നത്തെ ഒരു ദിവസം ഒരുപക്ഷെ ഒരു വക്കത്ത് നിസ്കരിക്കാൻ പോയവരുണ്ടാവും, ചിലപ്പോ 5 ഉണ്ടാകും. പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഓടുകയാണ്. അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളില്ല, ദിക്റുകളില്ല, പ്രാർത്ഥനകളില്ലാത്ത വിഭാഗമായി നമ്മളൊക്കെ പോയിരിക്കും. സഹോദരിമാരാണെങ്കിൽ ബാങ്ക് വിളിക്കുന്ന അവ്വൽ വക്കത്തിൽ ശ്രദ്ധിക്കാത്ത എത്രയോ സഹോദരിമാരുണ്ട്. തോന്നുമ്പോൾ നമസ്കരിക്കുന്ന എത്രയോ സഹോദരിമാർ. നമ്മളൊക്കെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. വിഷമവും പ്രയാസവും നേരിടുമ്പോ പ്രവാചകർ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ട് പറഞ്ഞ വാക്കാണിത്. ഇതുപോലെയായിരുന്നു എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവ്വ അമ്പിയാക്കളും. അവരെല്ലാവരും എന്ത് വിഷമം വന്നാലും പള്ളിയുടെ അകത്തളവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അഥവാ ഇബാദത്തുകളിൽ സജ്ജരായിരുന്നു, നിസ്കാരം നിലനിർത്തിയവരായിരുന്നു. അവർക്കൊക്കെ നിസ്കാരമുണ്ടായിരുന്നു, എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നൽകപ്പെട്ടതുപോലെ 5 വഖത്ത് നമസ്കാരമായി അല്ലാഹു തഅയീൻ ചെയ്തിട്ടില്ല, നിജപ്പെടുത്തിയിട്ടില്ല. അവരുടെ നിസ്കാരത്തിന്റെ രോമവും ഭോഗവും പാപവും കോലവും ഒക്കെ വേറെയാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇബാദത്തുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني أسكنت من ذريتي بواد غير ذي زرع
عند بيتك المحرم ربنا ليقيموا الصلاة ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും ചേർത്തുകൊണ്ട് കഅബ പണിയുകയാണ്. കഅബയുടെ പണി പൂർത്തീകരിച്ചിട്ട് ആ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ربنا رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. റബ്ബനാ വതഖബ്ബൽ ദുആ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. അബുൽ അംബിയ ആകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. കഅബ പണിതിട്ട് ആ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. നമ്മൾ പഠിക്കേണ്ട വാക്കാണ്. ആരാ ഈ ദുആ ചെയ്യുന്നത്? പ്രവാചകൻ. നിസ്കാരം ഇല്ലാത്ത ആളാണോ? നിസ്കാരമുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ നിസ്കാരം ഇല്ലാത്തവരാണോ? നിസ്കാരമുള്ള സാലിഹീങ്ങളാണ്. ഇസ്ഹാഖ് നബിയും ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകന്മാരായ യാക്കൂബ് നബിയും അവിടുത്തെ പരമ്പരകളാകുന്ന യൂസുഫ് നബി അടക്കമുള്ള എല്ലാവർക്കും നിസ്കാരമുള്ളവരാണ്. അള്ളാഹുവിനെ മറക്കുന്നവരല്ല. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടരായ പ്രവാചകന്മാരാ. എന്നിട്ട് പോലും ദുആ ചെയ്യുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. ഏതെങ്കിലും വാപ്പയും ഉമ്മയും ഈ പയ്യങ്കീലുള്ള ഏതെങ്കിലും ഉമ്മയും ഉപ്പയും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ചിന്തിക്ക്. അവനവന് സ്വന്തത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പടച്ച റബ്ബേ എന്നെയും എന്റെ കുടുംബത്തെയും നിസ്കാരക്കാരാക്കണേ എന്ന് ദ്വാരന്നിട്ടുണ്ടോ? 5 നിലയുള്ള വീടുണ്ടാകണേ റബ്ബേ, മനോഹരമായ ബംഗ്ലാവ് ഉണ്ടാകണേ അല്ലാഹ്, അയൽവാസിയായ ഇന്നവന്റെ വീടിനേക്കാൾ 3 മുറി കൂടുതലുള്ളത് തരണേ അല്ലാഹ്. വേറൊരുത്തന്റെ വീടിന്റെ കുടിയിരിക്കലിന് പോയിട്ട് വന്നിട്ട് ദ്വാരക്കുന്നില്ല, അസൂയ വെച്ചിട്ട് പടച്ചവനെ അതിനേക്കാൾ വലുത് നമുക്ക് തരണേ റബ്ബേ. വേറൊരുത്തന്റെ നിസ്കാരം കണ്ടിട്ട് പടച്ച റബ്ബേ എനിക്ക് ഇതുപോലെ നിസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ സമൂഹം നമ്മുടെ അവസ്ഥ എവിടെയാണ്? പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും സമുന്നതനായ വ്യക്തിത്വമല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. واتبع ملة إبراهيم حنيفا. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പരിപൂർണമായി പിൻപറ്റണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ومن يرغب عن ملة إبراهيم إلا من سفه نفسه. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനോഹരമാകുന്ന ചര്യയെ വിട്ടുകൊണ്ട് ആരൊരുവൻ ആഗ്രഹിക്കുന്നത് അവൻ പമ്പരമിട്ടിയല്ലയോ, അവൻ വിവരമില്ലാത്തവനല്ലയോ. വിശുദ്ധമായ ഖുർആൻ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന പൊന്നമോനാകുന്ന ഇസ്മായിലിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയെയും ചെറിയ മകനാകുന്ന ഇസ്മായിലിനെയും കൊണ്ടുപോയി പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് ഉപേക്ഷിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. വാപ്പയും
മകനും കഅബ എടുക്കുന്നതിന് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ എടുത്തതാകുന്ന ഒരു ചെറിയ ഫൗണ്ടേഷൻ മാത്രമുള്ളതാകുന്ന കാലഘട്ടം, ഇസ്മായിൽ എന്ന പൊന്നുമോൻ ചെറിയ മകനുണ്ടാകുന്ന സമയം, ഇബ്രാഹിം എന്ന വാപ്പയോട് പടച്ച റബ്ബ് കൽപ്പിക്കുന്നു, ഇബ്രാഹിമേ, ഈ മകനെയും നിന്റെ ഭാര്യയും കഅബയുടെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണേ, ഉപേക്ഷിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ്, നേരെ കൊണ്ടുവരുകയാണ്. മലക്കുകൾ എടുത്തതാകുന്ന ഫൗണ്ടേഷന്റെ ചാരത്ത് കഅബയുടെ പരിസരത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ്. 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രമാണ്. പഠിച്ചു വെക്കണേ. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വാപ്പയുടെ ഹൃദയം വല്ലാതെ നോവായി മാറുകയാണ്. കാരണം തന്റെ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന പ്രിയപ്പെട്ട വാപ്പ, പ്രായാധിക സമയത്ത് പടച്ച റബ്ബ് നൽകിയ പ്രിയപ്പെട്ട പൊന്നുമോനെ, ആ മകനെ കൊണ്ടുപോയി കഅബയുടെ പരിസരത്ത് ഉപേക്ഷിക്കണമെന്ന റബ്ബിന്റെ കൽപ്പന വന്നപ്പോ, വൈദബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ആ വാക്കുകൾ മുഴുവനും ശിരസാവഹിച്ച് പടച്ച റബ്ബിന്റെ കൽപ്പന കേട്ടുകൊണ്ട് കഅബയുടെ പരിസരത്ത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോ ഹാജറ ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, എവിടേക്കാണ് പോകുന്നത്? അല്പം വെള്ളവും കാരക്കയും മാത്രമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഈ മരുഭൂമിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറയാതെ വിഷണ്ണനായി, ദുഃഖിതനായി, വിരഹത്തോടുകൂടി മുന്നോട്ട് നടക്കവേ ഹജറ ബീവി വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹു അമറുക യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമാ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോകൻ സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഇത് ഇബ്രാഹിമേ? അല്ലാഹു അമറുക യാ ഇബ്രാഹിം, നിങ്ങളോട് പടച്ച റബ്ബ് പറഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നത് എന്ന് ഹാജറ ചോദിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ എന്ന് തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ പരിശുദ്ധമായ കഅബയുടെ പരിസരത്താണെങ്കിലും ഒരു മനുഷ്യവാസമില്ലാത്ത, ഒരൽപ്പം വെള്ളം പോലും കിട്ടാത്തതായ മരുഭൂമിയിൽ സസ്യലതാദികളില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, ഒരു പക്ഷിപ്പറവാദികൾ കളകൂജനങ്ങൾ പൊഴിക്കാത്ത, ഒരാൾ പോലുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എന്തിന്റെ പേരിലാണ്? പഠിച്ചു വെക്കണേ പയ്യങ്കിരിവാസികളെ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അത് പരിപൂർണമായി ശിരസാവഹിക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം. തൊട്ടപ്പുറത്തുള്ളതാകുന്ന ജബൽ അബൂ ഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ زرع عند بيتك المحرم ربنا ليقيموا الصلاة ربنا ليقيموا الصلاة ربنا ليقيموا الصلاة അല്ലാഹുവേ, ഈ മരുഭൂമിയിൽ നിന്റെ കൽപ്പന പ്രകാരം എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും ഞാനിതാ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അല്ലാഹ്, ഒരൽപ്പം വെള്ളമോ കാരക്കയോ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. അതല്ലാത്ത മറ്റൊന്നുമില്ല. ജനവാസമില്ലാത്ത, സസ്യലതാദികൾ മുളയ്ക്കാത്ത, വൃക്ഷലതാദികൾ ഇതുവരെ നട്ടിടാത്തതായ, ഒരു പക്ഷികൾ പോലും കളകൂതനങ്ങൾ പൊടിച്ചുകൊണ്ട് ഒരാൾ പോലും ഇവിടേക്ക്
അടുക്കലേക്ക് വരുന്നില്ല റബ്ബേ. ഞാനിതാ ഈ മരുഭൂമിയിൽ ആരോരുമില്ലാത്ത ഈ സ്ഥലത്ത് എന്റെ ഭാര്യയും മകനെയും തനിച്ചാക്കിയിട്ട് പോകുകയാണ് അല്ലാഹ്. അബ്ബനാ ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. ഇവരിലേക്ക് ഒരു കച്ചവട സംഘത്തിന്റെ ഹൃദയത്തെ നീ ഒന്ന് തിരിക്കണേ അല്ലാഹ്. അവർ വന്നുകൊണ്ട് ഈ നാട്ടിൽ വന്നുകൊണ്ട് ജനവാസം ഉണ്ടാവുകയും ഈ നാട് നല്ല നല്ല ഫലങ്ങൾ കിട്ടുന്ന നാടാക്കി നീ മാറ്റുകയും ചെയ്യണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മക്കയെ നീ ധന്യമാക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടി എന്നറിയുമോ? റബ്ബനാ അവരെല്ലാവരും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും നിസ്കാരമുള്ളവരായി തീരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ദുആ ചെയ്യുന്നത് റബ്ബേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം